നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ബജറ്റ് പാസ്സാകും വരെ സർക്കാരിന്റെ ചെലവുകൾക്ക് ആവശ്യമായ പണം വിനിയോഗിക്കുന്നതിനുള്ള വോട്ട് ഓൺ അക്കൗണ്ട് ഇന്ന് നിയമസഭ പാസാക്കും. വോട്ട് ഓൺ അക്കൗണ്ട് ചർച്ചയും വോട്ടെടുപ്പുമാണ് ഇന്നത്തെ സഭാ നടപടികളിൽ പ്രധാനം. ഭേദഗതികളോടെ ബജറ്റിന്മേലുള്ള ഉപധന അഭ്യർത്ഥനകളുടെ ചർച്ച കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഉപധന അഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ധനകാര്യ ബില്ലുകളുടെ അവതരണവും ഇന്ന് നടക്കും. സഭ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന സാഹചര്യത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയേക്കും. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സംഭവവും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതും പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് സാധ്യത. 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷ്യവകുപ്പിന്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ച സാഹചര്യത്തിൽ വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ ആരോപണങ്ങളെ പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാകും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ജനം, തിരുവനന്തപുരം.